മ്യൂച്വൽ ഫണ്ടുകൾ സാമ്പത്തിക വിജയത്തിലേക്കുള്ള നിങ്ങളുടെ ആദ്യ പടി. സങ്കീർണതകളില്ലാതെ വളരെ ലളിതമായി നമുക്കിത് പഠിക്കാം. നിങ്ങൾ തയ്യാറാണോ? സമ്പാദ്യം മാത്രം മതിയാകുമോ? നമ്മ കഷ്ടപ്പെട്ട് സമ്പാദിക്കുന്ന പണം വെറുതെ ബാങ്കിലിട്ടാൽ മാത്രം മതിയാകുമോ? ഒന്ന് ചിന്തിച്ചു നോക്കൂ. പണപ്പെരുപ്പം അഥവാ ഇൻഫ്ലേഷൻ നിങ്ങളുടെ പണത്തിന്റെ മൂല്യം കുറിച്ചുകൊണ്ടിരിക്കും. ഒരു ബർഗറിന് ഇന്ന് 100 രൂപയാണെങ്കിൽ അടുത്ത വർഷം അത് 110 ആയേക്കാം. എന്നാൽ നിങ്ങളുടെ ബാങ്കിലെ 100 രൂപ 104 രൂപയായി മാത്രമേ വളരുന്നുള്ളൂവെങ്കിൽ നിങ്ങൾ ലാഭത്തിലാണോ നഷ്ടത്തിലാണോ? വീട്, വിദ്യാഭ്യാസം തുടങ്ങിയ ഭാവി ആവശ്യങ്ങൾക്കായി നിങ്ങളുടെ സമ്പാദ്യം വളരേണ്ടതുണ്ട്. എന്തുകൊണ്ട് മ്യൂച്വൽ ഫണ്ടുകൾ? ഓഹരി വിപണിയിൽ നേരിട്ടിടപെടുന്നത് ഈ മലകയറ്റം പോലെ പ്രയാസമുള്ള കാര്യമാണ്. എന്നാൽ മ്യൂച്വൽ ഫണ്ടുകൾ ഒരു എസ്കലേറ്റർ പോലെയാണ്. വലിയ തുക കൈവശമില്ലാത്തവർക്കും കുറഞ്ഞ തുകയിൽ നിക്ഷേപം തുടങ്ങാം. വിദഗ്ധരുടെ പ്രൊഫഷണൽ സഹായമുള്ളതുകൊണ്ട് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട കാര്യവുമില്ല. നിക്ഷേപം തുടങ്ങാൻ ലക്ഷങ്ങൾ വേണമെന്നില്ല കേട്ടോ. എന്താണ് ശരിക്കും മ്യൂച്വൽ ഫണ്ട്? ഇതൊരു ബസ് യാത്ര പോലെയാണ്. നമ്മളെല്ലാവരും ടിക്കറ്റ് എടുക്കുന്നു. പ്രൊഫഷണലായ ഒരു ഡ്രൈവർ നമ്മളെ സുരക്ഷിതമായി ലക്ഷ്യസ്ഥാനത്തെത്തിക്കുന്നു. ഇവിടെ പല നിക്ഷേപകരിൽ നിന്നും പണം സമാഹരിക്കുന്നു, എന്നിട്ട് ആ തുക ഓഹരികളിലോ ബോണ്ടുകളിലോ നിക്ഷേപിക്കുന്നു. അതിൽ നിന്നുള്ള ലാഭമായാലും നഷ്ടമായാലും അത് നിക്ഷേപകർക്കിടയിൽ തുല്യമായി പങ്കിടുന്നു. ഇതെങ്ങനെ പ്രവർത്തിക്കുന്നു? മ്യൂച്വൽ ഫണ്ട് സൈക്കിൾ ഒന്ന് ശ്രദ്ധിക്കൂ. ആദ്യം നിങ്ങൾ ഫണ്ടിലേക്ക് പണം നൽകുന്നു. രണ്ടാമത് ഒരു ഫണ്ട് മാനേജർ ആ പണം കൈകാര്യം ചെയ്യുന്നു. 3. ആ പണം മികച്ച സെക്യൂരിറ്റികളിൽ നിക്ഷേപിക്കുന്നു. ഒടുവിൽ അതിൽ നിന്നുള്ള ലാഭം വരുമാനമായി നിങ്ങൾക്ക് തിരികെ ലഭിക്കുന്നു. എത്ര ലളിതമായ പ്രക്രിയ! ഫണ്ട് മാനേജർ നിങ്ങളുടെ സാമ്പത്തിക വിദഗ്ധൻ. നിങ്ങളെ സഹായിക്കാൻ ഒരു കപ്പൽ ക്യാപ്റ്റനെ പോലെ ഫണ്ട് മാനേജർ കൂടെയുണ്ട്. 50 കമ്പനികളുടെ ബാലൻസ് ഷീറ്റ് ദിവസവും പരിശോധിക്കാൻ നിങ്ങൾക്ക് സമയമുണ്ടോ? അതൊരിക്കലും എളുപ്പമല്ല. വിപണിയെക്കുറിച്ച് പഠിക്കുന്ന ഒരു വലിയ റിസർച്ച് ടീം അദ്ദേഹത്തോടൊപ്പമുണ്ട്. അതുകൊണ്ട് മാർക്കറ്റ് നോക്കി നിങ്ങൾ ദിവസവും പേടിക്കേണ്ടതില്ല. വൈവിധ്യവൽക്കരണം. എല്ലാ മുട്ടകളും ഒരേ കുട്ടയിലിടരുത് എന്ന് കേട്ടിട്ടില്ലേ? സിംഗിൾ സ്റ്റോക്കിൽ നിക്ഷേപിക്കുന്നത് വലിയ റിസ്ക്കാണ്. എന്നാൽ മ്യൂച്വൽ ഫണ്ടിൽ നിങ്ങളുടെ പണം പല കമ്പനികളിലായി വിഭജിച്ചാണ് നിക്ഷേപിക്കുന്നത്. ഒരു കമ്പനി തകർന്നാലും മൊത്തം നിക്ഷേപത്തെ അത് ബാധിക്കില്ല. അതാണ് മ്യൂച്വൽ ഫണ്ടിന്റെ മാജിക്. എന്താണ് NAV? പലപ്പോഴും കേൾക്കുന്ന ഒന്നാണല്ലോ NAV. സിമ്പിളായി പറഞ്ഞാൽ ഒരു വലിയ പിസ്സയുടെ ഒരു കഷ്ണത്തിന്റെ വിലയാണ് NAV എന്ന് കരുതുക. നെറ്റ് ആസറ്റ് വാല്യൂ അഥവാ മ്യൂച്വൽ ഫണ്ട് യൂണിറ്റിന്റെ വില. വിപണി കൂടുന്നതിനനുസരിച്ച് NAV കൂടുകയും വിപണി ഇടിയുമ്പോൾ കുറയുകയും ചെയ്യും. ദീർഘകാലത്തേക്ക് വലിയൊരു ലക്ഷ്യം നിങ്ങൾക്കുണ്ടോ? എങ്കിൽ ഈക്വിറ്റി ഫണ്ടുകൾ ഒരു റോക്കറ്റ് പോലെയാണ്. ദീർഘകാല വളർച്ചയാണ് ഇതിന്റെ ലക്ഷ്യം. ഹ്രസ്വകാലത്തേക്ക് ചെറിയ മാറ്റങ്ങളുണ്ടായേക്കാം, പക്ഷേ വീട് പണിയാനോ മക്കളുടെ ഭാവിയിലേക്കോ നിക്ഷേപിക്കാൻ ഏറ്റവും അനുയോജ്യം 5 വർഷത്തിൽ കൂടുതൽ സമയമുള്ള ഈ ഫണ്ടുകളാണ്. ഡെബ്റ്റ് ഹൈബ്രിഡ് ഫണ്ടുകൾ. സുരക്ഷിതത്വം ആഗ്രഹിക്കുന്നവർക്ക് ഈ ആമയെപ്പോലെ സ്ഥിരതയോടെ നീങ്ങുന്ന ഡെബ്റ്റ് ഫണ്ടുകൾ തിരഞ്ഞെടുക്കാം. ഇതിൽ പണം ബോണ്ടുകളിലാണ് നിക്ഷേപിക്കുന്നത്. അതല്ല, വളർച്ചയും സുരക്ഷിതത്വവും ഒരുപോലെ വേണമെങ്കിൽ ഹൈബ്രിഡ് ഫണ്ടുകൾ തിരഞ്ഞെടുക്കാം. ഇത് ഓഹരിയും ബോണ്ടും ചേർന്ന ഒരു ബാലൻസ്ഡ് രീതിയാണ്. നിക്ഷേപം സുരക്ഷിതമാണോ? എല്ലാവർക്കുമുള്ള സംശയമാണിത്. മ്യൂച്വൽ ഫണ്ടുകളെ നിയന്ത്രിക്കുന്നത് സെബി ആണ്. നിങ്ങളുടെ പണം എവിടെയാണെന്ന് എപ്പോഴും അറിയാൻ സാധിക്കുന്ന സുതാര്യമായ സംവിധാനമാണിത്. എല്ലാ ഫണ്ട് വിതരണക്കാരും AMFIയിൽ രജിസ്റ്റർ ചെയ്തവരായിരിക്കും. റെഗുലേറ്റഡ് എന്നാൽ നഷ്ടം വരില്ല എന്നല്ല, തട്ടിപ്പുകൾ നടക്കില്ല എന്നാണ് അർത്ഥം. വിപണിയിലെ റിസ്ക് എപ്പോഴും ശ്രദ്ധിക്കണം. എങ്ങനെ നിക്ഷേപിക്കാം? നിക്ഷേപം തുടങ്ങാൻ വലിയ തുക വേണ്ട. ഒരു പൈപ്പ് തുറന്നിട്ടതുപോലെ ഓരോ മാസവും ചെറിയ തുക, ഉദാഹരണത്തിന് 500 രൂപ നിക്ഷേപിക്കുന്നതിനെയാണ് SIP എന്ന് പറയുന്നത്. വിപണി എപ്പോൾ കൂടുമെന്നോ കുറയുമെന്നോ നോക്കി നിങ്ങൾ പേടിക്കേണ്ടതില്ല. ലംസമായി വലിയ തുക നിക്ഷേപിക്കുന്നതിനേക്കാൾ സാമ്പത്തിക അച്ചടക്കം വളർത്താൻ SIP സഹായിക്കും. കൂട്ടുപലിശയുടെ അത്ഭുതം.
കൂട്ടുപലിശ ലോകത്തിലെ 8ാമത്തെ അത്ഭുതമാണെന്ന് ഐൻസ്റ്റീൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ ലാഭത്തിന് വീണ്ടും ലാഭം ലഭിക്കുന്ന മാന്ത്രിക വിദ്യയാണിത്. സമയം സമം പണം. നിക്ഷേപിക്കുന്ന സമയം കൂടുന്നതിനനുസരിച്ച് നിങ്ങളുടെ സമ്പാദ്യം ഈ ഗ്രാഫിലെന്ന പോലെ കുതിച്ചുയരും. സേവിങ്സ് വേഴ്സസ് ഇൻവെസ്റ്റ്മെന്റ്. രാഹുലും അരുണും തമ്മിലുള്ള വ്യത്യാസം നോക്കൂ. രാഹുൽ ബാങ്കിൽ പണമിടുന്നു. അത് സുരക്ഷിതമാണ്, പക്ഷേ വളർച്ച കുറവാണ്. അരുൺ മ്യൂച്വൽ ഫണ്ടിൽ SIP ചെയ്യുന്നു. അതിൽ റിസ്ക് ഉണ്ട്, പക്ഷേ ഉയർന്ന വളർച്ചയുമുണ്ട്. 10 വർഷത്തിന് ശേഷം യഥാർത്ഥ വിജയി അരുണായിരിക്കും. നിങ്ങൾ സുരക്ഷിതത്വത്തിനായാണോ അതോ സാമ്പത്തിക സ്വാതന്ത്ര്യത്തിനായാണോ നിക്ഷേപിക്കുന്നത്? ലക്ഷ്യങ്ങൾ തിരിച്ചറിയുക. റിസ്ക് മനസ്സിലാക്കുക. നിങ്ങളെ സഹായിക്കാൻ BVB ക്യാപിറ്റൽ പ്രൈവറ്റ് ലിമിറ്റഡ് കൂടെയുണ്ട്. മ്യൂച്വൽ ഫണ്ട് നിക്ഷേപങ്ങൾ വിപണിയിലെ സാധ്യതകൾക്ക് വിധേയമാണ്. നിക്ഷേപിക്കുന്നതിന് മുൻപ് രേഖകൾ കൃത്യമായി വായിക്കുക. ഇന്ന് തന്നെ നിങ്ങളുടെ നിക്ഷേപം തുടങ്ങൂ.